അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ഒരു അടിയാറിന് അവൻ്റെ ശാശ്വതമായ ജീവിത വിജയത്തിനാവശ്യമായ സാഹചര്യങ്ങളും സമയങ്ങളും ഒരുക്കിക്കൊണ്ടാണ് അള്ളാഹു ഈ ദുനിയാവിനെ ക്രമപ്പെടുത്തുകയും ചിട്ടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഒരുപാട് അനുഗ്രഹീതമായ സമയങ്ങളും സന്ദർഭങ്ങളും നമ്മളിലൂടെ ഓരോ ദിനരാത്രങ്ങളിലൂടെയും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു മഹത്തായ അനുഗ്രഹീത സാഹചര്യങ്ങളിലേക്ക് നീക്കപ്പെട്ടിരിക്കുകയാണ്. ലോകമുണ്ടായത് മുതൽ ഒരു വർഷത്തിൽ 12 മാസങ്ങളാണുള്ളത്. ഈ 12 മാസങ്ങളിൽ 4 മാസം വളരെ ആദരണീയമായ മാസങ്ങളുമാണ്. ആ മാസങ്ങളിൽ നിങ്ങളോട് തന്നെ അക്രമ പ്രവർത്തനങ്ങളും ചെയ്തുകൂടാ എന്ന് ഖുർആൻ ഉദ്ഘോഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മഹത്തായൊരു മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മാസത്തെ അള്ളാഹു അവനിലേക്ക് ചേർത്തുകൊണ്ടാണ് പറയുകയും ചെയ്തിട്ടുള്ളത്, ഷഹറുല്ലാഹിൽ മുഹറം. ചാന്ദ്രിക മാസം അനുസരിച്ച് ഒരു വിശ്വാസിയുടെ ഒരു വർഷം ആരംഭിക്കുന്നത് മുഹറം മാസത്തിലൂടെയാണ്. ആദരണീയമായ മാസമാണ്. 4 മാസങ്ങളിൽ ഒരു മാസം ഒരു വർഷത്തിനിടയിലും മറ്റ് 3 മാസങ്ങൾ തുടരെയുമാണ് വന്നിട്ടുള്ളത്. ദുൽഖഅദയും ദുൽഹജ്ജും മുഹറമും ചേർന്നും റജബ് മാസം ഇടയിലുമാണ്. അപ്പോൾ നമ്മൾ മുഹറത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ റമദാൻ മാസത്തിൽ മാത്രമാണ് ഒരു മാസം സമ്പൂർണമായും നോമ്പനുഷ്ഠിച്ചതായി സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പല റിവായത്തുകളുടെയും അടിസ്ഥാനത്തിൽ മുഹറം മാസത്തിൽ ഏറെ നോമ്പ് അനുഷ്ഠിക്കുവാൻ നബി ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരമാണ് നമുക്കുള്ളത്. ഒരു കാരണവശാലും മോശപ്പെട്ടൊരു പ്രവർത്തനത്തിലേക്കാണ് പോയിക്കൂടാത്തതുമാണ്. ഈ മാസം ആദരിക്കപ്പെടുന്നത് പോലെ തന്നെ ഈ മാസം അനാദരിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ശിക്ഷാവിധികളും കഠിനമായിരിക്കും. എന്നാൽ ഈ മാസം ആദരിക്കുമ്പോൾ സാധ്യമായ അമൽ സാലിഹാത്തുകളിൽ വ്യാപൃതമാകാൻ നമുക്ക് കഴിയണം. നോമ്പനുഷ്ഠാനങ്ങൾ, മറ്റ് ഇതര ഇബാദത്തുകൾ, അധികാറുകളും പ്രാർത്ഥനകളും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി സജീവമായി ഈ ദിനരാത്രങ്ങളെ ആത്മീയപൂർണമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസത്തിലെ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ ഉള്ള നോമ്പനുഷ്ഠാനങ്ങളും അയ്യാമുൽ ബീദിന്റെ നോമ്പനുഷ്ഠാനങ്ങളുമെല്ലാം ഈ മാസത്തിന് പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ ആ പ്രാധാന്യത്തിന്റെ പദവി ആ നോമ്പുകൾക്കൊക്കെയും നമുക്ക് ലഭിക്കുകയാണ്. ആയതിനാൽ സാധ്യമായ തരത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വിധേയമായി നമ്മൾക്ക് ഈ ദിനരാത്രങ്ങളെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്താനും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അതിന് നാം ഇവരെയും തുണക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.